യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. നമഃ സമസ്തഭൂതാനാം ആദിഭൂതായ ഭൂഭൃതേ അനേകരൂപരൂപായ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ശ്രീമദ് മഹാഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ 2-ാം അധ്യായം സദ്യോമുക്തിയും ക്രമമുക്തിയും. ശ്രീ ശുഗൻ പറഞ്ഞു, ഭഗവാന്റെ സ്ഥൂലമായ രൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചതുകൊണ്ട് എല്ലാം ജലമയമായിരിക്കുന്ന സമയത്തിൽ വിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്നുണ്ടായ ബ്രഹ്മാവിന് കൽപ്പകാലത്തിൻ്റെ ദീർഘഗതി കാരണം നശിച്ചുപോയി, സൃഷ്ടിസ്മൃതി നശിച്ചുപോയി. ധാരണ കൊണ്ട് സന്തുഷ്ടനായ ശ്രീഹരിയുടെ പ്രസാദ നിമിത്തം വീണ്ടും ആ സ്മൃതി ഉണ്ടായി. പൂർവകൽപ്പത്തിൽ താൻ ചെയ്ത സൃഷ്ടിയുടെ സ്വരൂപജ്ഞാനമുണ്ടായി. ഇന്ന വിധമാണ് ഇന്നത് നിർമ്മിക്കേണ്ടത് എന്ന നിശ്ചയവും ബുദ്ധിയിൽ പ്രകാശിച്ചു. പ്രളയത്തിനു മുൻപ് ചെയ്ത വിധം ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. അതുകൊണ്ട് പൂർവോക്ത ധാരണയാൽ വിശ്വം സൃഷ്ടിക്കാനുള്ള സാമർഥ്യം സിദ്ധിക്കും എന്നറിയേണ്ടതാണ്. ഏതുവിധം കർമ്മത്തിനും ഫലമുണ്ട് എന്നുപദേശിക്കുന്നത് ശബ്ദബ്രഹ്മമായ വേദത്തിൻ്റെ സമ്പ്രദായമാകുന്നു. സ്വർഗകാമോ യജേത, സ്വർഗം ആഗ്രഹിക്കുന്നവൻ ഈശ്വരനെക്കുറിച്ച് ഗാനം ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പുരുഷബുദ്ധിയിൽ ആഗ്രഹത്തെ ജനിപ്പിക്കുന്നത് വേദ സ്വഭാവമാണ്. അല്പകാലം മാത്രം നിലനിൽക്കുന്ന സ്വർഗാദി ലോകങ്ങളും അവിടെ കിട്ടുന്ന വിഷയസുഖങ്ങളും തുച്ഛങ്ങളായതുകൊണ്ട് അർത്ഥശൂന്യങ്ങളായ നാമരൂപങ്ങളെ കേട്ടുമോഹിച്ച പുരുഷൻ അവയെ ആഗ്രഹിക്കുന്നു. ഇതിൽ സുഖം സിദ്ധിക്കുമെന്ന വാസനയോടുകൂടെ ആ വക സ്വർഗാദി സ്ഥാനങ്ങളെ പ്രാപിച്ച് അവിടെ വസിച്ചാലും പുണ്യക്ഷയത്തിൽ വീണ്ടും ജനിക്കേണ്ടതായി വരുന്നതിനാൽ ആത്യന്തിക ദുഃഖനിവൃത്തിയും ശാശ്വതമായ ആനന്ദവും സിദ്ധിക്കുന്നില്ല. അത കവിർനാമസു യാവദർത്ഥഃ സ്യാദപ്രമത്തോ വ്യവസായ ബുദ്ധി സിദ്ധ്യേനയഥാർത്ഥേ ന യഥേത തത്ര പരിശ്രമം തത്ര സമീക്ഷമാണഃ. എന്നാൽ സർവാത്മന കർമ്മഫലങ്ങളെ വെടിയുന്നതായതുകൊണ്ട് പെട്ടെന്ന് ദേഹവും നശിക്കില്ലേ എന്നുള്ള ആക്ഷേപത്തിന് സമാധാനമാണിത്. ഇന്നത് സ്വീകരിക്കണം, ഇന്നത് ഉപേക്ഷിക്കണം എന്ന് തീർച്ചപ്പെടുത്തുവാൻ ശക്തനായിരിക്കുന്ന വിദ്വാൻ അർത്ഥശൂന്യങ്ങളായും നാമമാത്രങ്ങളുമായിരിക്കുന്ന ഭോഗ്യവിഷയങ്ങളിൽ എത്രത്തോളം ശരീര നിർവഹണത്തിന് ആവശ്യമുണ്ടോ അത്രത്തോളം മാത്രമേ ശ്രദ്ധിക്കാവൂ. ഉറക്കം വരുമ്പോൾ കിടക്കുവാൻ വിസ്തീർണമായ ഭൂമി എങ്ങുമുള്ളതിനാൽ ശയ്യാസമ്പാദന പ്രയത്നം ആവശ്യമില്ല. തലയുയർത്തി വയ്ക്കാൻ സ്വാധീനത്തിൽ കൈത്തണ്ടയുള്ളതിനാൽ തലയണയ്ക്ക് വേണ്ടിയും യത്നിക്കേണ്ടതില്ല. കൈകൾ രണ്ടും കൂട്ടിയോജിപ്പിച്ചാൽ അതുതന്നെ അന്നം നിറയ്ക്കുവാനുള്ള പാത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുവിധങ്ങളായ അന്നപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമവും നിഷ്ഫലം തന്നെയാണ്. മരവുരി, ദിക്കുകൾ മുതലായ ആച്ഛാദന സാധനങ്ങൾ അയത്നസിദ്ധങ്ങളായിരിക്കുമ്പോൾ വസ്ത്രങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ശ്രമവും നിരർത്ഥകമാണ്. വിരക്തിയുടെ ഫലമാണ് ഈ വക വിചാരം. ആർക്കും ആവശ്യമില്ലാതെ വലിച്ചെറിഞ്ഞിട്ടുള്ള വസ്ത്രത്തിൻ്റെ കഷണങ്ങൾ വഴിയിൽ കിടക്കുന്നുണ്ടാകും. ഫലങ്ങൾ, പുഷ്പങ്ങൾ, ദളങ്ങൾ, കിഴങ്ങുകൾ എന്നിവ കൊണ്ട് അന്യരെ രക്ഷിക്കുവാനായൊരുങ്ങി എങ്ങും സഞ്ചരിക്കാതെ തലയുയർത്തി നിൽക്കുന്ന മരങ്ങൾ ഭിക്ഷ തരാതിരിക്കുമോ? ശുദ്ധജലം വഹിച്ചുകൊണ്ട് ജനങ്ങളെ സന്തർപ്പണം ചെയ്യുവാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികളെല്ലാം വറ്റിപ്പോയോ? കാറ്റും വെയിലും മഴയും അടഞ്ഞുപോയോ? അവയൊന്നും സിദ്ധിച്ചില്ലെന്ന് വന്നാൽ പോലും ആരാലും ജയിക്കപ്പെടാത്ത മഹാപ്രഭുവായ ഭഗവാൻ ആശ്രയിച്ചവരെ രക്ഷിക്കാതിരിക്കുമോ? ഇങ്ങനെയെല്ലാം ജീവന സാമഗ്രികൾ തയ്യാറായിരിക്കുമ്പോൾ വിവേകികൾ ധനമതം കൊണ്ട് കണ്ണു കാണാതിരിക്കുന്ന ജനങ്ങളെ ആശ്രയിക്കേണ്ടതായ ആവശ്യം എന്തിരിക്കുന്നു? ഏവം സ്വചിത്തെ സ്വത ഏവ സിദ്ധ ആത്മാ പ്രിയോർത്ഥോ ഭഗവാൻ അനന്തഃ തം നിർവൃതോ നിയതാർത്ഥോ ഭജേത സംസാരഹേതു പരമശ്ചയത്ര. സർവത്തിൽ നിന്നും വിരക്തിയെ പ്രാപിച്ചവൻ തൻ്റെ ഹൃദയത്തിൽ സ്വതേ ഉള്ളവനും പ്രേമരൂപനും ഭജിക്കുവാൻ യോഗ്യങ്ങളായ ഗുണങ്ങൾ തികഞ്ഞവനും എന്നും നശിക്കാത്തവനും എങ്ങും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നവനുമായ ആത്മാവിൻ്റെ സ്വരൂപത്തെ ഹൃദയത്തിൽ കൊള്ളാതെ പ്രാണികളെ അകത്ത് കടത്തി രക്ഷിക്കുന്ന ഗുഹകളെല്ലാം
നന്നായി ഉറപ്പിക്കുന്നത് കൊണ്ട് തന്നെ സിദ്ധിക്കുന്ന ആനന്ദത്താൽ പരമസുഖം അനുഭവിക്കുന്നവനായിട്ട് ആ പരമാത്മാവിനെ ഭജിക്കണം. അങ്ങനെ ഭജിക്കുന്നത് കൊണ്ട് സർവസങ്കടത്തിനും കാരണമായിരിക്കുന്ന സംസാരത്തെ ജനിപ്പിക്കുന്ന മൂലകാരണമായ അവിദ്യ നശിക്കും. ശരിയായ കർമ്മം അറിയാൻ ബുദ്ധിശക്തിയില്ലാത്ത ജഡന്മാരല്ലാതെ മറ്റാരെങ്കിലും പരമാത്മചിന്തയെ വെടിഞ്ഞ് അസത്യമായ വിഷയചിന്തയെ ആദരിക്കുമോ? ആ വിധമുള്ള വിഷയചിന്തയുടെ ഫലം എങ്ങും പ്രത്യക്ഷമായി കാണുന്നുണ്ടല്ലോ. യമരാജധാനിയുടെ മുൻഭാഗത്തുകൂടെ ഒഴുകുന്ന വൈതരണി നദിക്ക് തുല്യമായ ഈ ഘോര സംസ്കൃതിയിൽ അകപ്പെട്ട് സ്വകർമ്മഫലങ്ങളായ ആധ്യാത്മികാദി താപത്രയങ്ങളെ അനുഭവിച്ച് സർവദാ പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന വിവേകി അതേ നദിയിൽ വീഴാനുപകരിക്കുന്ന വിഷയചിന്തയെ അംഗീകരിക്കുവാൻ സാധ്യതയുണ്ടോ? ചിലർ അവരുടെ ശരീരമധ്യത്തിലുള്ള ഹൃദയാകാശത്തിൽ വസിക്കുന്നവനും അങ്കുഷ്ടമാത്രനും താമരപ്പൂവ്, ശംഖം, ചക്രം, ഗദ എന്നീ 4 ആയുധങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് 4 കൈകളുള്ളവനും പ്രസന്നമായ മുഖവും താമരദളം പോലെ ഇരിക്കുന്ന നേത്രങ്ങളുള്ളവനും കദംബ പുഷ്പത്തിൻ്റെ കിഞ്ചൽക്കം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രത്തെ ധരിച്ചവനും പ്രകാശമുള്ള മഹാരത്നങ്ങൾ പതിച്ച സുവർണമയമായ തോൾവളകൾ, അത്യന്തം ശോഭിക്കുന്ന ശ്രേഷ്ഠരത്നങ്ങളുള്ള കിരീടം, കുണ്ഡലങ്ങൾ എന്നീ ആഭരണങ്ങളുള്ളവനും യോഗാനുഷ്ഠാനത്തിൻ്റെ മഹിമയാൽ ഉന്മുഖമായും വികസിച്ചുമിരിക്കുന്ന ഹൃദയകമലത്തിൻ്റെ കർണികാരമാകുന്ന ആലയത്തിൽ യോഗേശ്വരന്മാരാൽ നന്നായി ഉറപ്പിക്കപ്പെട്ട പല്ലവതുല്യമായ പാദങ്ങളോടുകൂടിയവനും ലക്ഷ്മീദേവിയാകുന്ന പ്രത്യേക ചിഹ്നത്തോടും മാറിടത്തിൽ കൗസ്തുഭമാകുന്ന രത്നത്തോടും എപ്പോഴും വാടാത്തതായ വനമാലയിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിയോടും അരയിൽ നൂൽ, വിരലുകളിൽ വിലമതിക്കാൻ കഴിയാത്ത മോതിരങ്ങൾ, കാലുകളിൽ ചിലമ്പുകൾ, കൈകളിൽ വളകൾ, മാറിടത്തിൽ മുത്തുമാല എന്നീ ആഭരണങ്ങളോട് കൂടിയവനും മിനുപ്പും മാർദ്ദവവും കറുപ്പുമുള്ള ചുരുണ്ട തലമുടികളാൽ ശോഭിക്കുന്ന മുഖത്തിൽ വ്യാപരിച്ചിരിക്കുന്ന മന്ദഹാസത്തിൽ മനോഹരനും ഭക്തന്മാരുടെ സർവാഭീഷ്ടങ്ങളെയും സാധിപ്പിക്കുന്ന ഉദാരമായ ഹാസത്തോടു കൂടിയ കടാക്ഷത്താൽ ഉല്ലസിക്കുന്ന പുരികങ്ങളുടെ ഇളക്കം കൊണ്ട് സൂചിപ്പിക്കുന്ന മഹത്തായ അനുഗ്രഹത്തോടു കൂടിയവനുമായ ഈശ്വരനെ മനസ്സിൻ്റെ സ്ഥൈര്യം സിദ്ധിക്കുന്നതുവരെ ധ്യാനിച്ച് ഉറപ്പിക്കണം. ഗദാധരനായ ഭഗവാന്റെ പാദം മുതൽ മന്ദഹാസം വരെയുള്ള അവയവങ്ങളെ ഓരോന്നായിട്ട് മനഃശാഞ്ചല്യം കൂടാതെ ധ്യാനിക്കണം. ഏതേത് അവയവം പ്രയാസം കൂടാതെ ധ്യാനദൃഷ്ടിയിൽ പ്രകാശിച്ചു കാണുന്നുവോ അതാതിനെ വിട്ടിട്ട് മേൽക്കുമേലുള്ള അവയവങ്ങളെ ബുദ്ധിപ്രസാദം സിദ്ധിക്കുന്നത് വരെ ധ്യാനിക്കണം. സ്ഥൂല സൂക്ഷ്മ രൂപങ്ങളായി കാണപ്പെടുന്ന ഈ ലോകത്തിൻ്റെ അന്തർഭാഗത്തിലിരുന്ന് സകലതിനെയും അതാതിൻ്റെ നിലയ്ക്ക് നിർത്തി ഓരോരുത്തരെയും ഓരോന്നിൽ വ്യാപരിപ്പിക്കുന്ന ദൃഷ്ടാവായ സർവേശ്വരനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം ഉറയ്ക്കുന്നതുവരെ അവശ്യം അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുടെ അവസാനത്തിൽ നിയമത്തോടു കൂടിയവനായിട്ട് ഭഗവാന്റെ സ്ഥൂലമായ രൂപത്തെ സ്മരിക്കണം. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, പ്രാണജയം സമ്പാദിച്ചിരിക്കുന്ന യോഗി തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉത്തരായനം മുതലായ കാലത്തെയോ പുണ്യക്ഷേത്രാദി ദേശത്തെയോ ആശ്രയിക്കണമെന്ന് വിചാരിക്കരുത്. അതൊന്നുമല്ല അവന് സിദ്ധിഹേതു. അവൻ അഭ്യസിച്ചിരിക്കുന്ന യോഗം തന്നെയാണ് സിദ്ധിപ്രദം എന്നുള്ള ഉറപ്പോടുകൂടെ സ്ഥിരവും സുഖവുമായ ആസനത്തിലിരുന്ന് മനസ്സോടുകൂടെ പ്രാണഗതിയെ അടക്കണം. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടക്കണം. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയും അടങ്ങും. വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ അടക്കിയാൽ ചാഞ്ചല്യം നിലച്ചു. അപ്പോൾ മനസ്സ് എന്ന മഹത്തത്വം നിലച്ചു. നിശ്ചലാത്മികയായ ആ ബുദ്ധിയാണ് പിന്നെയുള്ളത്. അതിൻ്റെ ദ്രഷ്ടാവായ ജീവനിൽ അതിനെ നിലപ്പിക്കണം. ദൃശ്യയായ ബുദ്ധിയെയും വിട്ട് ദ്രഷ്ടാവായ ജീവരൂപനായിരിക്കണം. പിന്നെ ജീവനെ എല്ലാറ്റിലും ജീവനായിരിക്കുന്ന പരമാത്മാവിൽ നിലപ്പിക്കണം. ആ പരമാത്മാവ് തന്നെയാണ് താനെന്നും കാണണം. ഇപ്പോൾ തന്നെ കൂടാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് പരമശാന്തി സിദ്ധിച്ചു. ഇതിനു മീതെ പ്രാപിക്കേണ്ടതായ സ്ഥാനമൊന്നുമില്ലാത്തതിനാൽ ധീരനായ ഈ യോഗിക്ക് ഇനിമേൽ പ്രവർത്തിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. എത്ര കാലോ നിമിഷാം പരപ്രഭു
കുതോനു ദേവാ ജഗതാം യ ഈശ്വരേ ന യത്ര സത്വം ന രജസ്തമശ്ച ന വൈ വികാരോ ന മഹാൻ പ്രധാനം. ഇനി അവന് സാധിക്കേണ്ടതായിട്ട് ഒന്നുമില്ല. എന്തുകൊണ്ടെന്നാൽ പരമാത്മസ്വരൂപനായിരിക്കുന്ന അവനിൽ ദേവന്മാരെയും ബാധിക്കുന്നതായ കാലം പ്രവേശിക്കുകയില്ല. ആത്മാവായിരിക്കുന്ന അവൻ നാശത്തെ അതിക്രമിച്ചവനാകുന്നു. കാലവും കൂടെ അവനെ ബാധിക്കാതിരിക്കുമ്പോൾ കാലത്താൽ ബാധിക്കപ്പെടുന്ന ദേവന്മാർക്കും ദേവന്മാരാൽ നിയമിക്കപ്പെടുവാൻ യോഗ്യന്മാരായ ജഗത്തിലുള്ള മറ്റുള്ളവർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. സത്വം, രജസ്, തമസ് എന്ന ഗുണങ്ങളോ അത് നിമിത്തമുണ്ടാകുന്നതായ അഹങ്കാരമോ മഹത്തത്വമോ അവ്യക്തമോ ഒന്നും ആ നിലയിലില്ല. ആത്മാവിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർ ദേഹാദികളെക്കുറിച്ച് വിചാരം ചെയ്തപ്പോൾ ദേഹം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ ഭാവങ്ങളൊന്നും ആത്മാവല്ല എന്ന് കണ്ടിട്ട് അവയെല്ലാം അനാത്മാക്കളായിട്ട് തള്ളിക്കളഞ്ഞു. ദേഹാദിഭാവങ്ങളിൽ ഉണ്ടായിരുന്ന ആത്മാഭിമാനത്തെ ഈ വിധം പരിത്യജിച്ചിട്ട് ആത്മവ്യതിരിക്തമായ യാതൊന്നിലും അഭിനിവേശത്തെ വയ്ക്കാതെ പൂജ്യനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ പാദത്തെ എപ്പോഴും ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയാതെ ആ വൈഷ്ണവ പദം തന്നെ സർവോത്കൃഷ്ടമെന്ന് അവർ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നതിനാൽ മായാബാധയകറ്റിയിരിക്കുന്ന സ്ഥാനം അത് തന്നെയെന്ന് നിശ്ചയിച്ചിരിക്കുന്നു. സ്വർഗാദി ലോകങ്ങളിൽ ചെന്ന് അവിടെയുള്ള സുഖഭോഗങ്ങളെ അനുഭവിക്കണമെന്നുള്ള ആശയില്ലാത്ത മുനി ഈ പറഞ്ഞ വിധം ദേഹാദികളിലുള്ള ആത്മഭാവത്തെ നിശേഷം വിട്ട് ബ്രഹ്മഭാവത്തെ പ്രാപിച്ചിട്ട് ശാസ്ത്രാഭ്യാസത്താൽ സിദ്ധിച്ച അറിവിൻ്റെ ബലത്താൽ പുനർജന്മ കാരണമായിരിക്കുന്ന സകല വാസനകളെയും മൂലത്തോടെ നശിപ്പിച്ചിട്ട് സംസാരത്തിൽ നിന്നുള്ള പരമഗതിയെ പ്രാപിക്കണം. ശരീരത്തെ ഉപേക്ഷിച്ച് വിദേഹ കൈവല്യത്തെ പ്രാപിക്കണം. യോഗാഗ്നിയിൽ ദേഹത്തെ ഭസ്മമാക്കണം എന്നാണ് പറയുന്നത്. യോഗം അഭ്യസിച്ചിട്ടുള്ളതിനെ ഇവിടെ പ്രകാശിപ്പിക്കണം. സ്ഥിരമായ ആസനത്തിലിരുന്ന് കുതികാൽ കൊണ്ട് ഗുദത്തെ അടച്ച് അപാനവായുവിൻ്റെ കീഴ്ഗതിയെ ബലമായി തടഞ്ഞ ശേഷം മൂലാധാരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ ബലാത്കാരത്തെ ഉപയോഗിക്കാതെ മൂലാധാരം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ബ്രഹ്മരന്ധ്രം എന്നീ 6 സ്ഥാനങ്ങളിൽ ഓരോന്നിൽ നിന്നും മെല്ലെ മേൽക്കുമേൽ വായുവിനെ കയറ്റണം. ഇത് ദിവ്യമായ സിദ്ധിയാണ്. അതുകൊണ്ട് ഇവിടെ വളരെ മനസ്സിരുത്തേണ്ടതാണ്. ബലാത്കാരേണ യാതൊന്നും പ്രവർത്തിക്കരുതെന്ന് സിദ്ധാന്തിക്കാനായിട്ടാണ് സവിസ്തരം പറയുന്നത്. മൂലാധാരത്തിൽ നിന്ന് നാഭിയുടെ കീഴ്ഭാഗത്തുള്ള മണിപൂരകം എന്ന ചക്രസ്ഥാനത്തിലിരിക്കുന്ന സമാനൻ എന്നു പേരുള്ള വായുവിനെ ഹൃദയസ്ഥാനത്തുള്ള അനാഹത ചക്രത്തിലിരിക്കുന്ന പ്രാണവായുവിനോടുകൂടെ യോജിപ്പിക്കണം. പിന്നെ ആ സ്ഥാനത്തിൽ നിന്ന് കണ്ഠത്തിൻ്റെ അധോഭാഗത്ത് വിശുദ്ധി ചക്രസ്ഥാനത്തിലുള്ള ഉദാനൻ എന്ന വായുവിനോടുകൂടെ യോജിപ്പിക്കണം. മനഃശാഞ്ചല്യം കൂടാതെ ആ വായുവിനെ തന്നെ അനുസന്ധാനം ചെയ്ത ധീരനായ മുനി ഈ വിശുദ്ധി ചക്രത്തിൻ്റെ അഗ്രഭാഗമാകുന്ന തൻ്റെ താലമൂലത്തിലേക്ക് മെല്ലെ മെല്ലെ കയറ്റണം. ഇവിടെ വായുഗതിക്കുള്ള ദ്വാരങ്ങൾ ഒന്നിലധികമുള്ളതുകൊണ്ട് അന്യസ്ഥാനങ്ങളിൽ കൂടെ ചലിക്കാതെ ഇരിക്കാൻ പ്രത്യേകം മനസ്സിരുത്തണമെന്നാണ്. വിശുദ്ധി ചക്രസ്ഥാനമായ താലുമൂലത്തിൽ നിന്ന് പ്രാണനെ പുരികങ്ങളുടെ മധ്യപ്രദേശത്തിലേക്ക് കൊണ്ടുചെല്ലണം. ആ താലുമൂലത്തിൽ നിന്ന് പ്രാണഗതിക്ക് മാർഗങ്ങൾ 7 ഉണ്ട്. 7 മാർഗങ്ങളാണുള്ളത്. ശ്രോത്രദ്വാരങ്ങൾ 2, നേത്രദ്വാരങ്ങൾ 2, നാസികാദ്വാരങ്ങൾ 2, മുഖം എന്നീ 7 സ്ഥാനങ്ങളെയും അടയ്ക്കണം. സ്വർഗാദിഭോഗങ്ങളിൽ താല്പര്യമില്ലാത്തവനാണെങ്കിൽ പരബ്രഹ്മത്തെ ലക്ഷ്യമാക്കി അതിൽ തന്നെ ഉറപ്പോടെ ഇരിക്കുന്നവനായിട്ട് ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് ദേഹത്തെയും ഇന്ദ്രിയങ്ങളെയും വിട്ടുപോകണം. അല്ലയോ രാജാവേ, ദേഹത്യാഗം ചെയ്യാൻ ആഗ്രഹിക്കുന്ന യോഗിക്ക് ബ്രഹ്മലോകത്തെയോ സിദ്ധന്മാർ ക്രീഡിക്കുന്ന മനോഹരമായ സ്ഥാനത്തെയോ അഷ്ടൈശ്വര്യങ്ങളും സ്വമൂർത്തികളെ ധരിച്ചിരിക്കുന്ന സ്ഥാനത്തെയോ ഗുണങ്ങളുടെ സമ്മേളന നിമിത്തമുണ്ടായിരിക്കുന്ന ഈ ബ്രഹ്മാണ്ഡത്തിൽ ഏതെങ്കിലും ഒരു ദിവ്യലോകത്തെയോ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ദേഹത്തെ ഉപേക്ഷിക്കുന്ന സമയത്തിൽ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഉപേക്ഷിക്കരുത്. സൂക്ഷ്മ ശരീരത്തെ വിട്ടുകളയാതെ അതാത് ലോകത്തിൽ ചെന്ന് അവിടെയുള്ള ഭോഗങ്ങളെ അനുഭവിക്കാനായിക്കൊണ്ട് മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടെ തന്നെ ഗമിക്കണം. ബ്രഹ്മാണ്ഡത്തിൽ ഏത് ലോകത്തിൽ പോകണമോ ആ ലോകത്തിൽ പ്രവേശിക്കാൻ യോഗികൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. കർമ്മികളുടെ ഗതി പരിച്ഛിന്നവും യോഗികളുടെ ഗതി അപരിച്ഛിന്നവുമാണെന്ന് കാണിക്കുന്നു.
യോഗികൾക്ക് പ്രാണൻ സ്വാധീനമായിരിക്കുന്നത് കൊണ്ട് അവരുടെ ആവശ്യം പോലെ സൂക്ഷ്മ ശരീരത്തെ പ്രാണാന്തർഭാഗത്തിൽ ധരിച്ചിരിക്കാനും സഞ്ചരിക്കാനും കഴിയും. ഉപാസന, ഭഗവത് ധർമ്മം, അഷ്ടാംഗയോഗം, ജ്ഞാനം ഇവയെ ആശ്രയിച്ചാണ് അവരുടെ ശരീരധാരണം. ആ വിധമിരിക്കുന്ന യോഗേശ്വരന്മാർക്ക് ത്രിലോകിയുടെ അന്തർഭാഗത്തിലുള്ള മഹർലോകാദികളും ബ്രഹ്മാണ്ടത്തിൽ നിന്ന് പുറത്തും ഇഷ്ടം പോലെ പ്രവേശിക്കാൻ കഴിയും. അപ്രകാരമുള്ള ഗതി കർമ്മങ്ങൾ കൊണ്ട് കിട്ടുകയില്ല. കർമ്മങ്ങളുടെ താരതമ്യത്തെ അനുസരിച്ച് അവർക്കുള്ള സ്ഥാനം ക്ലിപ്തപ്പെട്ടതാണ്. വൈശ്വാനരം യാതി വിഹായ സാഗതഃ സുഷുമ്നയാ ബ്രഹ്മപഥേന ശോചിഷ വിദൂതഗത്കോത ഹരേരുതസ്താത് പ്രയാതിചക്രം നൃപശൈശുമാരം. ജ്യോതിർമയിയും ദേഹത്തിൻ്റെ ഉള്ളിലും പുറത്തും വ്യാപിച്ചിരിക്കുന്നതുമായ സുഷുമ്ന മാർഗത്തിൽ കൂടെ ആകാശത്തിലും അവിടെ നിന്ന് ബ്രഹ്മലോകത്തേക്കുള്ള മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുന്നവനായിട്ട് അജ്ഞഭിമാനിയായ ദേവതയെയും പ്രാപിക്കുന്നു. പുണ്യപാപങ്ങളാകുന്ന മലം ഇവനെ ബന്ധിക്കാത്തതുകൊണ്ട് ഇവൻ്റെ ഗതിക്ക് ഏതൊരിടത്തും തടസ്സമില്ല. ഉപരിഭാഗത്തിലുള്ളതും ശ്രീ നാരായണാധിഷ്ഠിതവും ശിശുമാനാശ്രയവുമായിരിക്കുന്ന ജ്യോതിശ്ചക്രത്തെ ആ സ്ഥാനത്തിലുള്ള ആദിത്യാദി ഗോളങ്ങൾ മുതൽ ധ്രുവാവസാനം വരെയുള്ള സ്ഥാനങ്ങളെ പ്രാപിക്കുന്നു. സൂര്യാദിഗോളങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന ആ ശിശുമാര ചക്രത്തെ കടന്ന ശേഷം അവിടെ നിന്ന് അപ്പുറം മറ്റുള്ള ദേവന്മാർക്ക് ഗതിയില്ലാത്തതുകൊണ്ട് ഏകനായി തന്നെ നിർമ്മലമായ ലിംഗശരീരത്തോടുകൂടെ ബ്രഹ്മജ്ഞാനികളുടെ സ്ഥാനവും കൽപ്പം വരെ ജീവിച്ചിരിക്കുന്ന ഭൃഗ്വാദികളുടെ രമ്യവാസസ്ഥാനവുമായ മഹർലോകത്തെ പ്രാപിക്കുന്നു. മഹർലോകത്തിലിരിക്കുന്ന ആ യോഗി അവിടെ വ്യാപിക്കുന്നതായ ഉഷ്ണാധിക്യം കൊണ്ട് ആദിശേഷന്റെ മുഖാഗ്നിയിൽ ലോകം ഏറ്റവും ദഹിക്കുന്നതായി അറിഞ്ഞിട്ട് അവിടെ നിന്ന് ബ്രഹ്മലോകത്തെ പ്രവേശിക്കുന്നു. അവിടെ സിദ്ധേശ്വരന്മാരിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്. ആ ലോകം ദ്വിപരാർത്ഥകാലം നിലനിൽക്കുന്നതും 2 പരാർത്ഥകാലം നിലനിൽക്കുന്നതും അത്യന്തം ഉത്കൃഷ്ടവുമാകുന്നു. അവിടെ ദുഃഖം, ജരാ, മരണം, പീഡ, ഭയം എന്നീ ദോഷങ്ങൾ യാതൊന്നുമില്ല. എന്നാൽ അവിടെ ഇരിക്കുന്നവർ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നവരായതുകൊണ്ട് ആ അനുഭവമില്ലാത്തവർ വീണ്ടും അനുഭവിക്കേണ്ടി വരുന്ന ജന്മജ മൃത്യു ദുഃഖത്തെക്കുറിച്ച് ആലോചിച്ചുണ്ടാകുന്ന കാരുണ്യ നിമിത്തം മനസ്സിനുള്ള ക്ഷോഭമൊന്നു മാത്രമല്ലാതെ മറ്റ് യാതൊരു ദുഃഖാദി ദോഷഭാവങ്ങളും അവിടെയുള്ളവരെ ബാധിക്കുകയില്ല. ഇനി ഇവിടെ നിന്ന് ഭഗവത് ഭക്തനായ യോഗി ബ്രഹ്മാണ്ടത്തെയും കടന്ന് ഭഗവത് സായുജ്യത്തെ പ്രാപിക്കുന്നതായ സമ്പ്രദായത്തെ കാണിക്കുന്നുണ്ട്. ജഗത്തിൻ്റെ ഉൽപ്പത്തിക്രമമായ ഓർമ്മ, ആ ഉൽപ്പത്തിക്രമത്തെ ഓർമ്മ വെച്ചാലാണ് ലയിക്കുന്ന ആ ഭഗവാനിൽ ലയം പ്രാപിക്കുന്ന സമ്പ്രദായത്തെ നന്നായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. ബ്രഹ്മലോകത്തിലിരിക്കുന്ന യോഗി ലിംഗദേഹത്തോടുകൂടെ ഭ്രമ്യാത്മകതയെ പ്രാപിക്കുന്നു. ഏത് രൂപത്തെ പ്രാപിച്ചാലും എങ്ങും ഗമിക്കാൻ ശക്തനായതുകൊണ്ട് ഇനി എങ്ങനെയാണ് പോകേണ്ടതെന്ന ഭയം അവനില്ല. ആ ഭൂമി രൂപത്തോടുകൂടെ ജലാത്മതയെ പ്രാപിക്കുന്നു. പിന്നെ അതോടുകൂടെ അജ്ഞാത്മതയെയും അതോടുകൂടെ വായുവാത്മതയെയും അതോടുകൂടെ ശബ്ദലക്ഷണമായിരിക്കുന്ന ആകാശാത്മതയെയും പ്രാപിക്കുന്നു. ഈ ഓരോ അവസ്ഥയിലും ഖേദം, ദാഹം മുതലായ ദോഷങ്ങൾ അവനെ ബാധിക്കുകയില്ല. അതിനാൽ അതാതവസ്ഥയിലുള്ള ഭോഗങ്ങളെ യഥേഷ്ടം അനുഭവിച്ചുകൊണ്ട് ബദ്ധപ്പാടില്ലാതെ മറ്റോരോ നിലയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഘ്രാണേന്ദ്രിയത്തിൽ കൂടെ ഗന്ധത്തെയും രസനേന്ദ്രിയത്തിൽ കൂടെ രസത്തെയും നേത്രേന്ദ്രിയത്തിൽ കൂടെ രൂപത്തെയും ത്വഗ്ഗേന്ദ്രിയത്തിൽ കൂടെ സ്പർശത്തെയും ശ്രോത്രേന്ദ്രിയത്തിൽ കൂടെ ശബ്ദത്തെയും അതിക്രമിച്ചിട്ട് അതാതിന്ദ്രിയങ്ങൾ കൊണ്ട് അതാത് പ്രവൃത്തിയെ നിർവഹിക്കുന്നു. ആ യോഗി സൂക്ഷ്മഭൂതങ്ങളെ കടന്നിട്ട് അഹങ്കാര തത്വത്തെ പ്രാപിക്കുന്നു. അഹങ്കാരം താമസം, രാജസം, സാത്വികം എന്ന 3 വിധത്തിലാണ്. അതിൽ ഭൂതസൂക്ഷ്മങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ലയസ്ഥാനമായിരിക്കുന്ന താമസാഹങ്കാരത്തെയും രാജസാഹങ്കാരത്തിൻ്റെയും മനസ്സിൻ്റെയും ഇന്ദ്രിയ ദേവതകളുടെയും ലയസ്ഥാനമായിരിക്കുന്ന സാത്വികാഹങ്കാരത്തെയും പ്രാപിച്ചിട്ട് ഇമാതിരിയുള്ള ഗതി കൊണ്ട് അഹങ്കാര തത്വത്തോടുകൂടി വിജ്ഞാനതത്വമായിരിക്കുന്ന മഹത്തത്വത്തെ പ്രാപിക്കുന്നു. അതിൽ പിന്നെ ഗുണങ്ങളുടെ ലയസ്ഥാനമായിരിക്കുന്ന പ്രധാനമെന്നും പ്രകൃതിയെന്നും അവ്യക്തമെന്നും മറ്റു പല നാമങ്ങളെ കൊണ്ടും പറയുന്ന പ്രധാനമെന്ന തത്വത്തെ പ്രാപിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവിനോട് ശുഗബ്രഹ്മർഷി പറയുന്നു,
പ്രധാനമെന്ന തത്വമായി ഭവിച്ചിരിക്കുന്ന ആ യോഗി ആ തത്വസ്വരൂപത്തോടുകൂടെ ആനന്ദമയനായിട്ടും ഇങ്ങനെ എല്ലാ ഉപാധികളെയും കടന്നിട്ട് ഉപാധിരഹിതമായും ആനന്ദഘനവുമായിരിക്കുന്ന പരമാത്മാവായിട്ടും ഭവിക്കുന്നു. ഇതുതന്നെയാണ് ഭഗവത് പ്രാപ്തി എന്ന മോക്ഷം. സദ്യോമുക്തി, ക്രമമുക്തി എന്നീ 2 വിധം ഗതികളെ അറിയിക്കണമെന്നാണ് പരീക്ഷിത് മഹാരാജാവ് ശുകബ്രഹ്മർഷിയോട് ചോദിച്ചത്. അപ്പോൾ ശുകബ്രഹ്മർഷി പറയാണ്, അങ്ങ് ചോദിച്ചതിനെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇത് രണ്ടും വേദത്തിൽ പറയപ്പെട്ടവയും ഏത് കാലത്തും ഉള്ളവയുമാകുന്നു. ഈ മാർഗങ്ങളെ ഭഗവാൻ ശ്രീ വാസുദേവൻ ഒരിക്കൽ ബ്രഹ്മദേവൻ ചോദിച്ചപ്പോൾ, ബ്രഹ്മദേവനാൽ ചോദിക്കപ്പെട്ടപ്പോൾ ആദ്യകാലത്ത് തന്നെ ഉപദേശിച്ചിരിക്കുന്നു. ഇത് എൻ്റെ അഭിപ്രായമല്ല, അതായത് ശുകബ്രഹ്മർഷിയുടെ അഭിപ്രായമല്ല, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. യാതൊന്നിനെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ജ്ഞാനാദികളായ ഐശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന വാസുദേവനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം സിദ്ധിക്കുമോ അതിനേക്കാൾ നല്ലതായ മാർഗം സംസാരത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പുരുഷന് അനുഷ്ഠാന യോഗ്യമായിട്ട് മറ്റൊന്നുമില്ല. ബ്രഹ്മാവ് ഏകാഗ്രചിത്തനായിരുന്നിട്ട് സ്വബുദ്ധി കൊണ്ട് വേദത്തെ മുഴുവനും 3 വട്ടം പരിശോധിച്ചിട്ട് സർവാത്മസ്വരൂപനായിരിക്കുന്ന ശ്രീഹരിയിൽ പരമപ്രേമം ജനിപ്പിക്കാൻ ഉപകരിക്കുന്നതായ മാർഗം ഏതാണോ അത് തന്നെയാണ് ഉത്കൃഷ്ടമായ കർമ്മം എന്ന് തീർച്ചപ്പെടുത്തി. ഭഗവാൻ സർവഭൂതേഷു ലക്ഷിത സ്വാത്മനാഹരിഹി ദൃശ്യേർബുദ്ധ്യാദിഭിർദ്രഷ്ട ലക്ഷണൈരനുമാപകൈഹി. ഭഗവാൻ ശ്രീഹരി സകല ഭൂതങ്ങളിലും ജീവരൂപേണ വസിക്കുന്നതായിട്ട് എല്ലാവരാലും അറിയപ്പെട്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. ജീവന്റെ പ്രേരണ കൊണ്ടല്ലാതെ ബുദ്ധ്യാദികൾ പ്രവർത്തിക്കുകയില്ല. അവ സ്വതേ ജഡങ്ങളാകുന്നു. സ്വതന്ത്രനായ ഈശ്വരൻ്റെ സാന്നിധ്യം ബുദ്ധ്യാദി ഇന്ദ്രിയങ്ങളിൽ ഉള്ളതുകൊണ്ട് അവ വ്യാപാരങ്ങളെ നിർവഹിക്കുന്നുവെന്ന് അനുമാനിക്കുവാൻ ഉപകരിക്കുന്ന ലക്ഷണമുള്ളതുകൊണ്ട് ശ്രീഹരി സർവരാലും അറിയപ്പെട്ടവൻ തന്നെയാണ്. അവനിൽ രതിയുണ്ടാകാൻ അവകാശമുണ്ട്. തസ്മാത് സർവാത്മനാരാജൻ ഹരി സർവത്ര സർവത ശ്രോത്തവ്യ കീർത്തിതവ്യശ്ച സ്മർത്തവ്യോ ഭഗവാൻ നൃണ. അതുകൊണ്ട് ഹേ രാജൻ, മനുഷ്യർ എല്ലാ കർമ്മങ്ങളിലും എല്ലായ്പ്പോഴും സർവാത്മഭാവത്തോടുകൂടെ കേൾക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും ശ്രീ ഭഗവാനായ ഹരിയെക്കുറിച്ച് തന്നെയാകുന്നു. പിബന്തിയേ ഭഗവത ആത്മനസതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തി തേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണ സരോരുഹാന്തികം. സത്തുക്കളുടെ ഹൃദയാന്തർഭാഗത്തിൽ ആത്മസ്വരൂപമായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാന്റെ കഥയാകുന്ന അമൃതത്തെ ശ്രവണപുടങ്ങളിൽ നിറച്ചിട്ട് യാതൊരുത്തർ സേവിക്കുന്നുവോ അവർ വിഷയവാസനകളാൽ ദുഷിച്ചിരിക്കുന്ന അവരുടെ അന്ധകരണത്തെ പരിശുദ്ധമാക്കിയിട്ട് ജന്മാവസാനത്തിൽ ശ്രീഹരിയുടെ പാതാരവിന്ദ സമീപത്തിൽ ചെന്നു ചേരുന്നു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വിതീയസ്കന്ധേ പുരുഷസംസ്ഥാനവർണ്ണനം നാമ 2യോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ.